ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ 18 മത്സരാർത്ഥികളിൽ ഒരാളാണ് രേണു സുധി. രണ്ടാം ആഴ്ചയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ സീസൺ 7. എന്നാൽ ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഫയർ ഇപ്പോൾ രേണുവിൽ കാണാനില്ല. ഹൗസിൽ ഭക്ഷണത്തിന് പരിമിതിയുണ്ട്. ടാസ്കുകൾ വിജയിച്ചതിനനുസരിച്ച് മാത്രമേ വിശപ്പിനനുസരിച്ചുള്ള ഭക്ഷണം മത്സരാർത്ഥികൾക്ക് കിട്ടുകയുള്ളൂ. കൃത്യമായി വിശപ്പിനനുസരിച്ച് ഭക്ഷണം കിട്ടാതായതോടെ രേണുവിൻ്റെ ആരോഗ്യം വീക്കായി തുടങ്ങിയിരിക്കുകയാണ്. അധികകാലം മത്സരത്തിൽ തുടരാൻ കഴിയില്ല എന്നും അതിനു മുമ്പ് പുറത്തേക്ക് പോകാൻ താൻ താല്പര്യപ്പെടുന്നുവെന്നും കഴിഞ്ഞ ദിവസം രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോയുടെ ഭാഗമായ ശേഷം രേണുവിന് ലഭിച്ച സുഹൃത്തുക്കളിൽ 2 പേരാണ് ലെസ്ബിയൻ കപ്പിളായ ആദിലയും നൂറയും. ഇരുവരോട് മനസ്സ് തുറന്ന് രേണു സംസാരിക്കുന്നതും പലപ്പോഴും കാണാറുമുണ്ട്. രേണുവിനെ അടുത്ത് പരിചയപ്പെടാൻ മുമ്പ് മറ്റുള്ള ജനങ്ങളെപ്പോലെ തന്നെ ആദിലയും രേണുവിന് എതിരെ തന്നെയായിരുന്നു. കൊല്ലം സുധിയുടെ ചരമവാർഷികത്തിൽ പങ്കെടുക്കാൻ സുധിലയത്തിലെത്തിയ അലിൻ ജോസ് പെരേര ഡാൻസ് കളിച്ചതും രേണു അതിനെ പ്രോത്സാഹിപ്പിച്ച് ഒപ്പം നിൽക്കുന്ന വീഡിയോയും വൈറലായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഓൺ സ്ക്രീൻ പെയറായ നടൻ പ്രതീഷും ഭാര്യയും മകളും ചടങ്ങിൽ പങ്കെടുത്ത ശേഷം യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോൾ രേണു കരയുന്ന വീഡിയോയും വൈറലായിട്ടുണ്ടായിരുന്നു. ഈ സംഭവങ്ങളെയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആദില രൂക്ഷമായി വിമർശിച്ചത്. വീഡിയോ കണ്ടപ്പോൾ രേണുവിൻ്റെ കെട്ടിയോൻ സുധിയാണോ പ്രതീഷാണോ എന്നതിൽ സംശയം തോന്നിയെന്നാണ് ആദില രേണുവിനെ പരിഹസിച്ച് പറഞ്ഞത്. വീഡിയോ വീണ്ടും BB പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്യുകയായിരുന്നു. ഭർത്താവിൻ്റെ രണ്ടാമത്തെ ചരമവാർഷിക ദിവസം അലിൻ ജോസ് പെരേര വന്ന് ഡാൻസ് കളിച്ചപ്പോൾ ഭയങ്കരമായി പ്രമോട്ട് ചെയ്ത് സുധിലയത്തിൽ വന്ന് ഡാൻസ് കളിച്ച പെരാര എന്നൊക്കെ പറഞ്ഞ് കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു രേണു. കെട്ടിയോൻ മരിച്ചതിൻ്റെ പേരിൽ രേണു എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെയല്ല ആളുകൾ കാണേണ്ടത്. പക്ഷേ പെരേരയൊക്കെ പ്രമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സ്വന്തം ഭർത്താവ് മരിച്ചതിൻ്റെ ചരമവാർഷിക സമയത്ത് വന്ന ഒരാൾ കൂത്താടുമ്പോൾ അവിടെ ചിരിച്ചു കളിച്ച് നിന്ന ഒരാൾക്ക് വേറെ ഏതോ ഒരു പെണ്ണിൻ്റെ കെട്ടിയോൻ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്നയാൾ യാത്ര പറഞ്ഞ് പോകുമ്പോൾ കരച്ചിൽ വരുന്നത് എന്തിനാണ്? ശരിക്കും ഇവിടെ രേണുവിൻ്റെ ഭർത്താവ് സുധിയാണോ അതോ പ്രതീഷാണോ? എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നി. എന്തൊരു ഡ്രാമയാണ്. അഭിനയിക്കാൻ പോകുന്നു എന്ന് കരുതി ആരെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ അഭിനയിക്കുമോ? ആ വീഡിയോ കണ്ടപ്പോൾ ആരാണ് രേണുവിൻ്റെ കെട്ടിയോൻ, സുധിയാണോ പ്രതീഷാണോ എന്ന് തോന്നിപ്പോയി എന്നാണ് ആദില പറഞ്ഞത്. വീഡിയോ വീണ്ടും വൈറലായതോടെ ആദിലയ്ക്കാണ് വിമർശനം ഏറെയും. ബിഗ് ബോസ് ഹൗസിലെ ആദിലയുടെയും നൂറയുടെയും പ്രകടനങ്ങൾ കൂടി വിലയിരുത്തിയാണ് കമൻറ്റുകൾ. ആദിലയ്ക്ക് എന്ത് യോഗ്യതയാണ് രേണു സുധിയെ കുറ്റം പറയാനുള്ളത്? ആദില എന്ത് നല്ലതാണ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്? വീട്ടുകാരെയും സ്വന്തക്കാരെയും നാണം കെടുത്തി ജീവിക്കുന്ന ജീവിതം നല്ലതാണോ എന്നിങ്ങനെ പോവുകയാണ് കമൻറ്റുകൾ. ബിഗ് ബോസിൽ മത്സരാർത്ഥികളായ ശേഷമാണ് ആദില നൂറ ലെസ്ബിയൻ കപ്പിൾ പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതരാകുന്നത്. ലൈംഗിക ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്ന മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിൽ മത്സരിക്കുന്നത് ഇതാദ്യമല്ല. ലൈംഗിക ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ ധാരണകളെ സ്വാധീനിക്കാൻ ബിഗ് ബോസിന് പലപ്പോഴും കഴിഞ്ഞിട്ടുമുണ്ട്.